മലയാളികൾ ബാംഗ്ലൂരിന്റെ വടക്ക് ഭാഗത്ത് എത്തിച്ചേരാൻ ഇഷ്ടപ്പെടുന്നു. ചെലവ് ചുരുങ്ങിയ താമസ സൗകര്യവും ഉയർന്ന ജോലി സാധ്യതയും ബാംഗ്ലൂരിന്റെ വടക്ക് ഭാഗത്തെ ആകർഷണീയമാക്കി മാറ്റുന്നു. എന്ന് മാത്രമല്ല, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ഭാഗത്ത് നിന്നുള്ള തീവണ്ടികൾ യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷനിലാണ് എത്തിച്ചേരുകയും പുറപ്പെടുകയും ചെയ്യുന്നത്. അതുകൊണ്ട് വടക്കൻ കേരളത്തിലുള്ളവർക്ക് വടക്കൻ ബാംഗ്ലൂരുമായിട്ടാണ് കൂടുതൽ പരിചയം. എന്നാൽ തിരുവനന്തപുരം, കൊച്ചി ഭാഗത്തു നിന്നുള്ള തീവണ്ടികൾ മജസ്റ്റിക് റെയിൽവേ സ്റ്റേഷനിലാണ് എത്തിച്ചേരുന്നത്. അതുകൊണ്ട് കേരളത്തിന്റെ തെക്ക് ഭാഗത്തുള്ളവർ കൂടുതലായി തെക്കൻ ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്നു. ബാംഗ്ലൂർ മജസ്റ്റിക് ബസ് സ്റ്റേഷനിൽ നിന്ന് മുംബൈയിലേക്കുള്ള റോഡ് യശ്വന്ത്പൂർ വഴി കടന്നു പോകുന്നു. യശ്വന്ത്പൂർ കഴിഞ്ഞാൽ നാഗസന്ദ്രയും പിന്നീട് നെലമംഗലയും കഴിഞ്ഞാൽ ടുംകൂർ പട്ടണത്തിലും തുടർന്ന് ഗോവ വഴി മുംബൈയിലും എത്തിച്ചേരുന്നു. അതുകൊണ്ട് ഈ റോഡിനെ ടുംകൂർ റോഡ് എന്ന് വിളിക്കുന്നു. യശ്വന്ത്പൂർ ഒരു വലിയ റെയിൽവേ സ്റ്റേഷനാണ്. ബാംഗ്ലൂരിൽ മജസ്റ്റിക് കഴിഞ്ഞാൽ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ യശ്വന്ത്പൂർ ആണ്. യശ്വന്ത്പൂർ അങ്ങാടി വളരെ വിചിത്രമായ ഒരു അപ്പിയറൻസ് ഉള്ളതാണ്. കാരണം ഇവിടെ സർക്കസിലെ സിംഹക്കൂട് പോലെ വാഹനങ്ങൾക്ക് പോകാൻ പ്രത്യേകം വഴികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കാൽനട യാത്രക്കാർക്ക് സുരക്ഷിതമായി നടക്കുവാൻ യശ്വന്ത്പൂരിൽ സാധിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, പച്ചക്കറി കച്ചവടക്കാർക്ക് വാഹനങ്ങളെ ഭയപ്പെടാതെ വ്യാപാരം നടത്തുവാനും ഇവിടെ സാധിക്കുന്നുണ്ട്. യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷൻ അടുത്ത RTO ജംഗ്ഷൻ നല്ല തിരക്കുള്ള ഒരു ഇന്റർസെക്ഷൻ ആണ്. 1 കിലോമീറ്റർ ദൂരെ ബസ് സ്റ്റേഷൻ 4 നിലയിൽ പണിത ഒരു ന്യൂ ജനറേഷൻ ബസ് സ്റ്റേഷനാണ്. ബസ്സുകൾ താഴത്തെ നിലയിലും 1ാം നിലയിലും എത്തിച്ചേരുന്നുണ്ട്. യാത്രക്കാർക്ക് മേലോട്ടും താഴോട്ടും പോകുവാൻ ലിഫ്റ്റുകൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആധുനികമായി സജ്ജീകരണം യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് പകർത്തിയതാണ് യശ്വന്ത്പൂർ ബസ് സ്റ്റേഷൻ ഉണ്ടാക്കിയത്. എന്നാൽ മജസ്റ്റിക്കിൽ ഈ പരീക്ഷണം നടത്തിയിട്ടില്ല. മജസ്റ്റിക്കിലെ മുഴുവൻ ബസ് ബേകളും ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ്. യശ്വന്ത്പൂരിലെ കേരള റെസ്റ്റോറന്റ് കോഴിക്കോട് സ്വദേശി ഉണ്ണിയേട്ടനാണ് നടത്തുന്നത്. പൊറോട്ടയും പുട്ടും വെള്ളയപ്പവും ബിരിയാണിയും ഇവിടെ ലഭിക്കും. യശ്വന്ത്പൂരിനടുത്ത രാജാജി നഗർ പരിഷ്കൃതരായ ആളുകൾ താമസിക്കുന്ന ഒരു കൊമേഴ്സ്യൽ ഏരിയയാണ്. ധാരാളം റെസ്റ്റോറന്റുകളും കോഫി ഷോപ്പുകളും രാജാജി നഗറിനെ അലങ്കരിക്കുന്നു. മനോഹരമായ ഗായത്രി പാർക്ക് രാജാജി നഗറിലാണ്. അതുപോലെ മെട്രോയുടെ അടുത്ത് വിശ്വേശ്വരയ്യ പാർക്കും ധാരാളം ഫാമിലീസിനെ ആകർഷിക്കുന്നു. മെട്രോ സ്റ്റേഷനോട് ചേർന്ന് സ്വഗാതു റെസ്റ്റോറന്റ് മികച്ച പാവ് ഭാജി ഉണ്ടാക്കി കൊടുക്കുന്നു. യശ്വന്ത്പൂരിനടുത്ത ജാലഹള്ളി ക്രോസ് മലയാളികൾക്ക് പ്രിയപ്പെട്ട ഒരു സങ്കേതമാണ്. ഇവിടെ നിന്നും യേലഹങ്കയിലേക്ക് പോകുവാൻ എളുപ്പമുണ്ട്. വിമാനത്താവളത്തിന്റെ അടുത്താണ് യേലഹങ്ക ടൗൺഷിപ്പ്. ജാലഹള്ളി ക്രോസിലെ തലശ്ശേരി റെസ്റ്റോറന്റ് ധാരാളമായി ഓൺലൈൻ ഓർഡറുകൾ ലഭിക്കുന്ന ഒരു കേരള റെസ്റ്റോറന്റ് ആണ്. ബിരിയാണിയും ഫിഷ് കറിയും പഴംപൊരിയും ഇവിടെ ലഭിക്കും. സമൂസയും ഉള്ളിവടിയും ബോണ്ടയും ഒക്കെ ലഭിക്കുന്ന ഒരു വലിയ സ്നാക്ക് കൗണ്ടർ ഈ റെസ്റ്റോറന്റിന്റെ പ്രത്യേകതയാണ്. യശ്വന്ത്പൂരിൽ നിന്ന് 10 മിനിറ്റ് മെട്രോ വഴി യാത്ര ചെയ്താൽ നാഗസന്ദ്ര പ്രദേശത്ത് എത്തിച്ചേരാൻ പറ്റും. ധാരാളം അപ്പാർട്ട്മെന്റുകളുള്ള ഒരു ഏരിയയായി നാഗസന്ദ്ര അറിയപ്പെടുന്നു. അതുകൊണ്ട് സമ്പന്നർ താമസിക്കുന്ന ഒരു ഏരിയയായി ഇപ്പോൾ നാഗസന്ദ്ര മാറിയിട്ടുണ്ട്. പ്രസ്റ്റീജ് ജിൻഡാൽ സിറ്റി 30 നിലകളുള്ള 15 കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരേ കോമ്പൗണ്ടിൽ തന്നെ 3500 ആളുകൾക്ക് താമസിക്കാൻ ഇവിടെ സൗകര്യമുണ്ട്. അറിയപ്പെടുന്ന റിയൽ എസ്റ്റേറ്റ് വ്യാപാരി ഇർഫാൻ റസാഖാണ് പ്രസ്റ്റീജ് ജിൻഡാൽ സിറ്റിയുടെ ഉടമസ്ഥൻ. ഈ അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിന് സ്വന്തമായി ഒരു മെട്രോ സ്റ്റേഷനുണ്ട്. ചിക്ക ബിദാരക്കല്ലു എന്നാണ് ഈ മെട്രോ സ്റ്റേഷൻ അറിയപ്പെടുന്നത്. പ്രസ്റ്റീജ് ജിൻഡാൽ സിറ്റിയെ ചുറ്റിപ്പറ്റി വലിയൊരു ടൗൺഷിപ്പ് ഉണ്ടായിട്ടുണ്ട്. ബുദ്ധജ്യോതി ലേഔട്ട് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. കൂടുതലും 2 കോടി റേഞ്ചിലുള്ള വീടുകളാണ് ബുദ്ധജ്യോതി ലേഔട്ടിൽ കാണുവാൻ പറ്റുന്നത്. മിക്കവാറും എല്ലാ വീടുകൾക്കും 3 നിലയാണ് ഉള്ളത്. ധാരാളം പ്ലേ ഗ്രൗണ്ടുകളും പച്ചപ്പുമുള്ള ഒരു ഏരിയയാണ് ബുദ്ധജ്യോതി ലേഔട്ട്. തൊട്ടടുത്ത് മഞ്ജുനാഥ് നഗറിലും മാതാവാരയിലും തെങ്ങിൻ തോട്ടങ്ങളും കന്നുകാലികളെ വളർത്തുന്ന കൃഷിക്കാരെയും കാണുവാൻ പറ്റും. എന്നാൽ അടിസ്ഥാനപരമായി നാഗസന്ദ്ര ഇംഗ്ലീഷ് മീഡിയം സംസ്കാരം കാണുവാൻ പറ്റുന്ന ഒരു ടൗൺഷിപ്പാണ്. നാഗസന്ദ്ര മെയിൻ റോഡിൽ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയുടെ യശ്വന്ത്പൂർ ബ്രാഞ്ച് സ്ഥാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് ധാരാളം പേയിങ് ഗസ്റ്റ് അക്കോമഡേഷൻ ഇവിടെ സ്റ്റുഡൻസിന് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. 7000 രൂപ റേഞ്ചിലാണ് നാഗസന്ദ്രയിൽ താമസ സൗകര്യം ലഭിക്കുന്നത്. കുറെ കൂടി വൃത്തിയും പഠിപ്പുമുള്ള പേയിങ് ഗസ്റ്റ് അക്കോമഡേഷൻ നാഗസന്ദ്ര പ്രദേശത്ത് ലഭിക്കുന്നുണ്ട്. സെയിന്റ് പോൾസ് കോളേജ് പോലെയുള്ള പ്രശസ്തമായ ഡിഗ്രി കോളേജുകളും ഇവിടെ കാണുവാൻ പറ്റും. ജിൻഡാൽ അലുമിനിയം കമ്പനിയും നാഗസന്ദ്രയിൽ തന്നെയാണ്. അവർക്ക് സ്വന്തമായി ഒരു പബ്ലിക് സ്കൂളും കോളേജുമുണ്ട്. അതുപോലെ ഇൻവെഞ്ചർ അക്കാഡമി പോലെയുള്ള ലക്ഷറി പ്രൈമറി സ്കൂളുകളും നാഗസന്ദ്രയിൽ കാണുവാൻ പറ്റും. പ്രസ്റ്റീജ് ജിൻഡാൽ സിറ്റിയുടെ ഉള്ളിലാണ് ഇൻവെഞ്ചർ അക്കാഡമി സ്ഥാപിച്ചിട്ടുള്ളത്. യശ്വന്ത്പൂരിലും നാഗസന്ദ്രയിലും നല്ല ബസ് സർവീസ് ഉണ്ട്. മെട്രോ ഫീഡിംഗ് സർവീസും വളരെ പോപ്പുലറായി മാറിയിട്ടുണ്ട്. മെട്രോയിൽ നിന്നിറങ്ങിയാൽ നേരിട്ട് ബസ്സിൽ കയറി അടുത്തുള്ള ലേഔട്ടുകളിൽ എത്തിച്ചേരാൻ ഇപ്പോൾ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. യശ്വന്ത്പൂരിൽ എത്തിച്ചേരാൻ മെട്രോ വഴി വരുന്നതാണ് ഏറ്റവും എളുപ്പം. മജസ്റ്റിക് മെട്രോ സ്റ്റേഷൻ കഴിഞ്ഞാൽ 7ാമത്തെ സ്റ്റേഷനാണ് യശ്വന്ത്പൂർ മെട്രോ സ്റ്റേഷൻ.
രണ്ട് സ്റ്റേഷനുകൾ തമ്മിൽ ശരാശരി 2 മിനിറ്റ് എടുക്കുന്നതുകൊണ്ട് ഏകദേശം 14 മിനിറ്റ് കൊണ്ട് യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരാൻ പറ്റും. ഓരോ സ്റ്റേഷനിലും 15 സെക്കൻഡ് മാത്രമാണ് വണ്ടി നിർത്തിയിടുന്നത്. യശ്വന്ത്പൂർ കഴിഞ്ഞാൽ വീണ്ടും 6 സ്റ്റേഷനുകൾ കഴിയുമ്പോൾ നാഗസന്ദ്രയിൽ എത്തിച്ചേരുന്നു. നാഗസന്ദ്ര മെട്രോ സ്റ്റേഷൻ മനോഹരമായ പെയിന്റിങ്ങുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നാഗസന്ദ്ര കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റേഷനാണ് മാതാവാര. ഇവിടെയാണ് വണ്ടി യാത്ര അവസാനിപ്പിക്കുന്നത്. യശ്വന്ത്പൂരിനടുത്ത് മഞ്ജുനാഥ് നഗർ വമ്പിച്ച സാംസ്കാരിക പ്രാധാന്യമുള്ള ഒരു ടൗൺഷിപ്പാണ്. മഞ്ജുനാഥ് നഗറിലുള്ള അമ്പലങ്ങളിൽ ധാരാളം കലാപരിപാടികൾ വർഷം തോറും അരങ്ങേറാറുണ്ട്. കുട്ടികൾക്ക് ഡാൻസ് പരിപാടികൾ പങ്കെടുക്കുവാനുള്ള അവസരം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ മുതിർന്നവരും ആവേശത്തോടെ റോഡിലിറങ്ങി ഡാൻസ് ചെയ്യുന്നത് മഞ്ജുനാഥ് നഗറിൽ വന്നാൽ മാത്രമേ കാണുവാൻ പറ്റുകയുള്ളൂ. കൊല്ലം മുഴുവൻ നടക്കുന്ന ഉത്സവങ്ങളും ആഘോഷങ്ങളും മഞ്ജുനാഥ് നഗറിനെ ഒരു സാംസ്കാരിക പ്രാധാന്യമുള്ള സ്ഥലമായി മാറ്റിയിട്ടുണ്ട്. യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുള്ള ജുമാ മസ്ജിദ് അറിയപ്പെടുന്ന ഒരു മുസ്ലിം ആരാധനാലയമാണ്. RTO ഓഫീസിന്റെ അടുത്താണ് ഈ ജുമാ മസ്ജിദ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നാഗസന്ദ്ര മെയിൻ റോഡിൽ സെയിന്റ് പോൾസ് ചർച്ച് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് സ്ഥാപിച്ചിരിക്കുന്നു. ഞായറാഴ്ചകളിൽ നിറഞ്ഞു കവിയുന്ന ഭക്തന്മാർ സെയിന്റ് പോൾസ് ചർച്ചിന്റെ പ്രത്യേകതയാണ്. ഒരു വലിയ കോമ്പൗണ്ടും ഗാർഡനും ഈ ചർച്ചിന് ചുറ്റും സജ്ജീകരിച്ചിട്ടുണ്ട്. ധാരാളം ബാങ്കുകളും ഈ പ്രദേശത്ത് കാണുവാൻ പറ്റും. സ്റ്റേറ്റ് ബാങ്കിന്റെ അനേകം ബ്രാഞ്ചുകൾ ഇവിടെയുണ്ട്. അതുപോലെ ആക്സിസ് ബാങ്കും HDFC ബാങ്കും ഒന്നിലധികം ബ്രാഞ്ചുകൾ നാഗസന്ദ്രയിലും യശ്വന്ത്പൂരിലും തുടങ്ങിയിട്ടുണ്ട്. 25ഓളം സൂപ്പർ മാർക്കറ്റുകളും ഈ പ്രദേശത്ത് കാണുവാൻ പറ്റും. ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റ് ഷോപ്പിംഗ് സിറ്റി എന്നറിയപ്പെടുന്നു. പ്രസ്റ്റീജ് ജിൻഡാൽ സിറ്റിയുടെ അടുത്താണ് 4 നിലയുള്ള ഈ സൂപ്പർ മാർക്കറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. മനോഹരമായ അനേകം റെസ്റ്റോറൻറ്റുകളും കോഫി ഷോപ്പുകളും ബേക്കറികളും യശ്വന്ത്പൂരിലും നാഗസന്ദ്രയിലും നിറഞ്ഞു നിൽക്കുന്നു. ബാംഗ്ലൂരിലെ ഏറ്റവും വലിയ റെസ്റ്റോറൻ്റായ ഇക്കിയ നാഗസന്ദ്ര മെട്രോ സ്റ്റേഷന്റെ പുറകിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. മെട്രോയിൽ നിന്ന് നേരിട്ട് ഇക്കിയ കോഫി ഷോപ്പിലേക്ക് ഒരു പാലവും ഉണ്ടാക്കിയിട്ടുണ്ട്. 1,00,000 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള ഈ വലിയ കോഫി ഷോപ്പ് യൂറോപ്പിലെ സ്വീഡൻ എന്ന രാജ്യമാണ് ഉണ്ടാക്കിയത്. ഇപ്പോഴും അവർ തന്നെയാണ് കോഫി ഷോപ്പ് മാനേജ് ചെയ്യുന്നത്. ഇവിടെ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഞായറാഴ്ചയും പമ്പിച്ച തിരക്കായതുകൊണ്ട് 1 മണിക്കൂറെങ്കിലും കാത്തു നിൽക്കാതെ ഭക്ഷണം ലഭിക്കുകയില്ല. തിരക്കുള്ളവർക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെ ചെറിയ കോഫി ഷോപ്പിലും സ്നാക്സിന് ഓർഡർ ചെയ്യാവുന്നതാണ്. നാഗസന്ദ്രയിൽ എവിടെ നോക്കിയാലും ഭക്ഷണം വിൽക്കുന്ന വാഹനങ്ങൾ കാണുവാൻ പറ്റും. ലോറികളിലും ഓട്ടോറിക്ഷകളിലും സജ്ജീകരിച്ചിട്ടുള്ള രുചികരമായ ഭക്ഷ്യവിഭവങ്ങൾ ടുംകൂർ റോഡിന്റെ ഇരുവശത്തും രാത്രിയാകുന്നതോടെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും. മസാല പുരട്ടി വെച്ചിട്ടുള്ള മത്സ്യങ്ങൾ ആവശ്യത്തിനനുസരിച്ച് പൊരിച്ചു കൊടുക്കുന്ന ഫിഷ് കൗണ്ടറുകളും റോഡ് വക്കിൽ തയ്യാറാക്കുന്നുണ്ട്. എല്ലാ തട്ടുകടക്കാർക്കും സ്വന്തം വാഹനങ്ങളുണ്ട്. വാഹനം തന്നെയാണ് അവർ റെസ്റ്റോറൻ്റാക്കി മാറ്റുന്നത്. ധാരാളം സന്ദർശകർ വരുന്ന ഒരു പ്രദേശമാണ് നാഗസന്ദ്രയും യശ്വന്ത്പൂരും. അതുകൊണ്ട് ലോഡ്ജുകൾ കുറെ അധികം ഇവിടെ കാണാനുണ്ട്. എങ്കിലും വാടക കൂടുതലാണ്. യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് 1000 രൂപ നിരക്കിൽ മുറികൾ കിട്ടുമെങ്കിലും നാഗസന്ദ്രയിൽ 2000 രൂപയെങ്കിലും കൊടുക്കാതെ മുറികൾ കിട്ടാൻ പ്രയാസമാണ്. മികച്ച ആശുപത്രികളും ഇവിടെ കാണുവാൻ പറ്റി. ജിൻഡാൽ അലുമിനിയം ഫാക്ടറി ഉണ്ടാക്കിയ ജിൻഡാൽ നേച്ചർ ക്യൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് മരുന്നുകളില്ലാതെ രോഗം സുഖപ്പെടുത്തുന്ന പുതിയ രീതി പരീക്ഷിച്ചിട്ടുണ്ട്. യോഗാഭ്യാസവും വ്യായാമവും ധ്യാനവും ഒക്കെ ഉപയോഗിച്ചാണ് ഇവിടെ ചികിത്സ നടത്തുന്നത്. രോഗികൾക്കും ബന്ധുക്കൾക്കും താമസിക്കാൻ ദിവസം 5000 രൂപ നിരക്കിൽ ഇവിടെ മുറികളും സജ്ജീകരിച്ചിട്ടുണ്ട്. നാഗസന്ദ്രയിൽ നിന്ന് ടുംകൂറിലേക്ക് പോകുന്ന റോഡ് മാതാവാരയിൽ എത്തുമ്പോൾ നൈസ് റോഡുമായി സംഗമിക്കുന്നു. നൈസ് റോഡിൽ കൂടി ഇലക്ട്രോണിക് സിറ്റിയിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റും. നഗരത്തിന്റെ ട്രാഫിക്കിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു റിംഗ് റോഡാണ് പുതുതായി ഉണ്ടാക്കിയ നൈസ് റോഡ്. മാതാവാരയിൽ ബാംഗ്ലൂർ ഇന്റർനാഷണൽ എക്സിബിഷൻ സെന്ററിന്റെ വ്യാപകമായ സജ്ജീകരണങ്ങളും കാണുവാൻ പറ്റും. തൊട്ടടുത്ത് തന്നെ നെലമംഗല എന്ന വ്യാവസായിക ടൗൺഷിപ്പും ഉണ്ടാക്കിയിട്ടുണ്ട്. ബാംഗ്ലൂർ നഗരത്തിന്റെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രദേശമായി നാഗസന്ദ്രയും യശ്വന്ത്പൂരും മാതാവാരയും ഇപ്പോൾ അറിയപ്പെടുന്നു. ബാംഗ്ലൂർ മെട്രോയുടെ ഗ്രീൻ ലൈൻ ഇപ്പോൾ മാതാവാരയിൽ അവസാനിക്കുന്നു. എങ്കിലും നെലമംഗലയിലേക്ക് ഒരു എക്സ്റ്റൻഷൻ ഉണ്ടാക്കി വരുന്നുണ്ട്.